ശ്രീമന്നാരായണീയം ദശകം 9 ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും. ഗജാനന പത്മാർക്കം ഗജാനനമഹർം നിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 10. ഓം നമോ ഭഗവതേ വാസുദേവായ. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ. തഥാവിധ കൃപാപരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു 100 ദിവ്യ സംവത്സരം മുഴുവനും തപസ് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായിട്ടുള്ള തപശക്തിയും മനഃശക്തിയും നേടിയിട്ട് ബ്രഹ്മാവ് നോക്കുമ്പോൾ താമരപ്പൂവ് കാരണജലത്തിൽ ഇങ്ങനെ കാറ്റ് ഇളക്കുന്നതായിട്ട് കണ്ടു. ഭഗവാനാകുന്ന ഒരു ബലം കൊണ്ട്, അതിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് വായുവിനെയും ജലത്തെയും ബ്രഹ്മാവ് കുടിച്ചു വറ്റിച്ചു കളഞ്ഞു. പിന്നെ അദ്ദേഹം ബ്രഹ്മാവ് തവ കൃപയായേവ, അവിടുത്തെ കാരുണ്യത്താൽ തന്നെ, തേന സരസിജേന ഏവ, തേന ആ സരസിജേന നാഭിയിൽ നിന്നുണ്ടായ ആ താമരപ്പൂവ് കൊണ്ട് തന്നെ, ഏവ തന്നെ, ഭുവനത്രയീം പ്രകൽപ്യ, ത്രൈലോക്യത്തെ 3 ലോകങ്ങളെയും, അതായത് 14 ലോകങ്ങളെയും പ്രകൽപ്യ നിർമ്മിച്ചിട്ട് പിന്നെ എന്താണ് ചെയ്തത്? പ്രജാനിർമ്മിതവും പ്രവവൃതേ, പ്രജാ സൃഷ്ടി കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ ബ്രഹ്മാവ് ആ നാഭിയിൽ നിന്ന്, ഭഗവാന്റെ നാഭിയിൽ നിന്ന്, പൊക്കിൾക്കുഴിയിൽ നിന്ന് ഉത്ഭവിച്ച ആ താമരപ്പൂവ് കൊണ്ട് തന്നെ 3 ലോകങ്ങളെയും, അതായത് 14 ലോകങ്ങളെയും സൃഷ്ടിച്ചു. പിന്നെ പ്രജകളെ സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഗുരുമരുത്പുരാധീശ്വര, ഗുരുവായൂരപ്പ ത്വം, അവിടുന്ന് തഥാവിധ കൃപാഭര, ആ വിധത്തിലുള്ള കാരുണ്യം നിറഞ്ഞ, ഗുരുദയോക്ഷിതൈ, കനത്ത ദയമൂലം, ദയയാൽ, കാരുണ്യത്താൽ കുതിർന്ന, കടാക്ഷങ്ങളെ കൊണ്ട്, യക്ഷിതൈ, കടാക്ഷങ്ങളെ കൊണ്ട്, ആശു മാം പരിപാഹി, ആശു അതിവേഗം, പെട്ടെന്ന്, മാം എന്നെ, പരിപാഹി തികച്ചും കാത്തരുളേണമേ. ബ്രഹ്മാവിന് ഈ ലോകങ്ങളെ മുഴുവനും പ്രജകളെയും സൃഷ്ടിക്കുവാനുള്ള ആ കഴിവ് കനിഞ്ഞരുളിയ ഭഗവാൻ, ആ കാരുണ്യം നിറഞ്ഞ ഗുരുവായൂരപ്പ, ഇവിടെ ഭഗവാന്റെ ആ കരുണാ കടാക്ഷങ്ങളെ കൊണ്ട് പെട്ടെന്ന് തന്നെ എന്നെയും കാത്തരുളേണമേ, എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റി എന്നെയും കാത്തരുളേണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ശ്ലോകം തീരുന്നത്. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ബലം കൊണ്ടാണ്, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ ബ്രഹ്മാവിന് സൃഷ്ടികളെല്ലാം ചെയ്യാൻ പറ്റിയത്. ഇവിടെ ഭഗവാന്റെ പൊക്കിൾക്കുഴിയിൽ നിന്നും വന്ന ആ താമരപ്പൂവ് കൊണ്ടാണ് ബ്രഹ്മാവ് ഇവിടെ 3 ലോകങ്ങളെയും സൃഷ്ടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രജകളെ സൃഷ്ടിക്കുന്ന ആ കർമ്മത്തിലേക്ക് ഏർപ്പെട്ടു. ഹരേ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റിത്തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി മേൽപ്പത്തൂർ ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നു.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.